പ്രിയപ്പെട്ടവരെ, ചോളന്മാരുടെ മഹത്വവും മറാത്ത രാജാക്കന്മാരുടെ പൈതൃകവും ഇന്നും ജീവനോടെ നിലനിൽക്കുന്ന ഒരു അത്ഭുത സ്ഥലമാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തഞ്ചാവൂർ പാലസ് ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഗേറ്റ് മുതൽ ലൈബ്രറി, മ്യൂസിയം എല്ലാം നമുക്ക് വിശദമായി കാണാം. ഗേറ്റ് കടന്ന് അകത്ത് കയറുമ്പോൾ നമ്മൾ അതിശയിക്കും, ഒരു സാധാരണ പ്ലേസ് പോലെ. എന്നാൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു കൗണ്ടറുണ്ട്. എതിർ സൈഡിൽ ഒരു സ്കൂളും. ഇന്ത്യക്കാർക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ കൊട്ടാര മതിൽക്കെട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു ഫയർഫോഴ്സിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു. അതിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ വാഹനം നിർത്തി. പിന്നെ ടിക്കറ്റുമായി അകത്തേക്ക്. ആദ്യം കാണുന്നത് സരസ്വതി മഹൽ ലൈബ്രറിയാണ്. ഇതിനകത്ത് ക്യാമറ അനുവദിക്കില്ല. പക്ഷേ ഞാൻ കണ്ട കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ കൊട്ടാരത്തിലെ മ്യൂസിയത്തിനകത്തേക്കാണ് പോകുന്നത്. ഇതിനകത്ത് നിറയെ വ്യത്യസ്തമായ പ്രതിമകളാണ്. ഇതിനിടയിൽ തന്നെ സരസ്വതി മഹൽ ലൈബ്രറിയുടെ അകത്ത് കണ്ട വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം, അല്ലേ? അതൊരു സാധാരണ ലൈബ്രറി അല്ല. ഇന്ത്യയിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ചരിത്ര നിധികളിലൊന്നാണ്. തമിഴ്, തെലുങ്ക്, മറാത്തി, സംസ്കൃതം എന്നീ ഭാഷകളിൽ ആയുർവേദം, ജ്യോതിഷം, സംഗീതം, ദൈവിക ശാസ്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് എഴുതിയ ആയിരക്കണക്കിന് ഓലച്ചുവടികൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇവയിൽ ഓരോന്നിനും അടുത്ത് ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത് എന്ന ബോർഡും കാണാം. കൈയെഴുത്ത് ഗ്രന്ഥങ്ങൾ, പഴയ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ, ചിലത് യൂറോപ്യൻ ഭാഷകളിലുമുണ്ട്. ഇതിൽ പലതും ഇന്നുവരെ മറ്റൊരിടത്തും ലഭ്യമല്ലാത്ത കോപ്പികളാണ്. രാജാക്കന്മാരുടെ പഴയകാല രേഖകൾ, രാജവംശത്തിൻ്റെ ഹിസ്റ്ററി, പഴയകാല ഭൂപടങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇങ്ങനെയുള്ള അനവധി രേഖകൾ. പനയോലക്കെട്ടുകളും ഗ്രന്ഥങ്ങളും നശിക്കാതിരിക്കാൻ പ്രത്യേക രീതികൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായും സരസ്വതി മഹൽ ലൈബ്രറിക്കകത്തുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റിലേക്ക് വരാം. ഈ കൊട്ടാരം ഒരു മ്യൂസിയമായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഈ ശില്പങ്ങൾ സാധാരണ കരിങ്കല്ല് ശില്പങ്ങളല്ല. പലതും പല ക്ഷേത്രങ്ങൾ ശത്രുക്കൾ നശിപ്പിച്ചപ്പോൾ ഉപേക്ഷിച്ചു പോയതാണ്. ഇവിടെ നിന്നാൽ പ്രധാന ടവർ കാണാൻ കഴിയും. വാച്ച് ടവർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൽ കയറി നിന്നാൽ തഞ്ചാവൂർ ടൗൺ മുഴുവനും കാണാൻ കഴിയും. കൊട്ടാരത്തിൻ്റെ പ്രധാന നടുമുറ്റമാണിത്. ഇവിടുത്തെ വലിപ്പം കൂടിയ തൂണുകളും ആർച്ചുകളും അതിലെ ചിത്രപ്പണികളും മുറ്റത്തെ ഗാർഡനും അതിലെ മരങ്ങളും. ഈ കൊട്ടാരം ഒരു രാജാവിൻ്റെ മാത്രം നിർമ്മാണത്തിൽ രൂപപ്പെട്ടതല്ല. ആദ്യ നിർമ്മാണം ആരംഭിച്ചത് നായക് ഭരണകാലത്ത് ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ. പിന്നീട് മറാത്ത രാജാക്കന്മാർ വികസിപ്പിച്ചു. 1550 മുതൽ 1800ഓളം പല വികസനങ്ങളും ഈ കൊട്ടാരത്ത് നടന്നു. ഈ കരിങ്കല്ല് ദേവതകളുടെ ശില്പങ്ങളിലെ ഓരോ ഭാവങ്ങളും നോക്കൂ. വ്യത്യസ്തമായ ഭാവങ്ങളിൽ ആണ് ഓരോന്നും നിൽക്കുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള ചോള കാലഘട്ടത്തിലെ ശില്പചാരുതയുടെ മനോഹര ഉദാഹരണങ്ങളാണിവ. എത്ര മനോഹരമാണ് ശ്രീബുദ്ധൻ്റെ പ്രതിമ! ഞാനിപ്പോൾ മ്യൂസിയത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ്. ഇവിടെയുള്ളത് കൂടുതൽ ഫോട്ടോകളാണ്. രാജകുടുംബങ്ങളുടെ, പ്രഹദീശ്വര ക്ഷേത്രത്തിൻ്റെ, ദർബാർ ഹാള്, കുടുംബത്തിൻ്റെ ഒത്തുചേരൽ, അന്നത്തെ ഗ്രാമത്തിൻ്റെ ചിത്രം. ഇതൊക്കെ 1850-നും 1900-നും ഇടയിലെ കാലഘട്ടത്തിൽ എടുത്തവയാണ്. പഴയ കൊട്ടാരത്തിൻ്റെ വലിപ്പവും ഭംഗിയും നോക്കൂ. ഇവിടെ ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം ഇരിക്കുന്നു. ഇത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയുടേതാണെന്ന് ഓർക്കണം. ഇതിൻ്റെ വീഡിയോ ഒരുമിച്ചെടുക്കാൻ കഴിയില്ല. 5 റൂമുകളിലായിട്ടാണ് ഇതിരിക്കുന്നത്. ഒരു ഭാഗത്ത് വാലും, നടുവിൽ ഉടലും, ഒരിടത്ത് തലയും. ഈ ആർച്ചിനിടയിലൂടെ അത് എടുക്കാൻ കഴിയില്ല. ആ കാലഘട്ടത്തിലെ സാധാരണ ഒരു ടൗണിൻ്റെ ചിത്രം. കാളവണ്ടികളും തൊഴിലാളികളും കച്ചവട സ്ഥാപനങ്ങളും അത് വാങ്ങുന്നവരും നമ്മുടെ പൂർവികരുടെ കാലത്തേക്ക് നമ്മളുടെ ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ മുകളിലത്തെ നിലയിലെ ടെറസിൽ ഇറങ്ങി ടവർ കാണുകയാണ്. സർഫോജി രണ്ടാമൻ വളരെ വിദ്യാഭ്യാസമുള്ള
രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് ഈ കൊട്ടാരം വിപുലീകരിച്ചതും സരസ്വതി മഹൽ ലൈബ്രറി സ്ഥാപിച്ചതും. ഇതിൻ്റെ ഓരോ ജന്നാലിൻ്റെ അരികിൽ നിന്നാൽ തഞ്ചാവൂർ നഗരം മനോഹരമായി കാണാം. കൂടാതെ ബൃഹദീശ്വര ക്ഷേത്രവും കാണാൻ കഴിയും. ബൃഹദീശ്വര ക്ഷേത്രത്തിലെ അന്നത്തെ കാഴ്ച നോക്കൂ. ടെറസിൽ നിന്നും താഴെ ഇറങ്ങി മറ്റൊരു ഹാളിൽ അന്നത്തെ കാലത്തെ ഉപകരണങ്ങളും ശില്പങ്ങളുമാണ്. വേണുഗോപാലൻ, രുക്മിണി, വിനായകൻ്റെ പല ഭാവങ്ങൾ, ഇതൊക്കെ വെങ്കലം, താമ്രം എന്നീ ലോഹത്തിൽ ഉണ്ടാക്കിയവയാണ്. സോമസ്കന്ദർ, ഭാര്യ, വിഷ്ണു, രാമൻ, സീത, പാർവതിയുടെ നൃത്തരംഗങ്ങൾ. മനോഹരമായൊരു ചക്രവർത്തിയുടെ പ്രതിമയാണ്. അടിയിൽ പേര് കാണുന്നില്ല. ഇതിനടുത്തായി ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മാതൃക. കൊട്ടാരത്തിൻ്റെ മാതൃക. ഇപ്പോൾ താഴത്തെ നിലയിൽ തന്നെ കുറച്ചുകൂടി വിലമതിപ്പുള്ള പ്രതിമകളുടെ ഒരു വലിയ ഹാളുണ്ട്. ഇതൊക്കെ അലമാരയ്ക്കകത്ത് ആണുള്ളത്. ഓരോന്നിൻ്റെയും പുറത്ത് ശില്പങ്ങളുടെ പേരുകളും നിർമ്മിച്ച നൂറ്റാണ്ടുകളും എഴുതിയിട്ടുണ്ട്. ഗണപതിയുടെ വിവിധ ചിത്രങ്ങൾ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് പല ശില്പങ്ങളും നിർമ്മിച്ചത്. ചുറ്റി നടന്ന് കാണാൻ ധാരാളമുണ്ട്. ഓരോന്നും അത്ഭുതകരമായ നിർമ്മിതികളാണ്. ഇത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. ചെറുതും വലുതുമായ 100 കണക്കിന് നടരാജ വിഗ്രഹങ്ങൾ കാണാൻ കഴിയും. ഓരോന്നും ഓരോ നൃത്ത സ്റ്റെപ്പുകൾ. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ആവശ്യമാണ്. ഈ വിഗ്രഹങ്ങളുടെ നിർമ്മാണ രീതി അത്ഭുതകരമാണ്. ആദ്യം തേനീച്ചയുടെ മെഴുകു പുരട്ടി വിഗ്രഹത്തിന് കൃത്യമായൊരു രൂപം ഉണ്ടാക്കും. മുഖഭാവങ്ങൾ, അലങ്കാരങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, നൃത്തരൂപങ്ങൾ, ഇതൊരു ബ്ലൂ പ്രിൻ്റാണ്. അതിനു പുറത്ത് സുതാര്യമായ കളിമണ്ണും പിന്നെ കട്ടിയുള്ള മണ്ണും പുരട്ടി മോൾഡ് ഉണ്ടാക്കും. മോൾഡ് ചൂടാകുമ്പോൾ മെഴുക് ഉരുകി പുറത്തേക്ക് പോകും. ആ ഭാഗത്ത് വെങ്കലം, ചെമ്പ്, പഞ്ചലോഹങ്ങൾ എന്നിവ ഉരുക്കി ഒഴിക്കും. ഇതിന് 1000 ഡിഗ്രിക്ക് മേൽ ചൂട് ആവശ്യമാണ്. ലോഹം തണുത്തതിനു ശേഷം മണ്ണ് പൊട്ടിച്ച് മാറ്റും. ഇതോടെ ഉള്ളിൽ രൂപപ്പെട്ട വിഗ്രഹം പുറത്തു വരും. പിന്നെ അതിനെ അവസാനത്തെ മിനുക്കുപണികൾ ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത്. ഇപ്പോഴും തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മുറ്റത്തെത്തി. കൊട്ടാരത്തിൻ്റെ ടവറിൻ്റെ ഭാഗമാണ്. മനോഹരമാണ് കാഴ്ച. ഈ ടവറിന് ഏകദേശം 200 അടി ഉയരം ഉണ്ട്. മുറ്റത്ത് മനോഹരമായൊരു കുളമുണ്ട്. അന്നത്തെ കാലത്ത് ഇതിൽ ധാരാളം വെള്ളം നിറയ്ക്കുകയായിരിക്കും ചെയ്തിരുന്നത്. അല്ലാതെ ഇതൊരു നാച്ചുറൽ കുളമല്ല. ഇതിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുകാനുള്ള തോടുകൾ വരെ ഇവിടെ കാണാം. ഇപ്പോൾ പോകുന്നത് കൊട്ടാരത്തിലെ ദർബാർ ഹാൾ ഇരിക്കുന്ന അകത്താണ്. ഇതിനകത്ത് കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി കൊട്ടാരം സർക്കാരിൻ്റേതായെങ്കിലും ഇന്നും ഈ കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങൾ മറാത്ത രാജവംശത്തിൻ്റെ കയ്യിലാണ്. ഇതിനകത്തെ തൂണുകളും ആർച്ചുകളും വളരെ മനോഹരമാണ്. രാജാക്കന്മാർ യോഗം ചേർന്നിരുന്ന ദർബാർ ഹാളിനകത്ത് പഴയ കാലഘട്ടത്തിലെ ഫോട്ടോകളും അവരുടെ ഡ്രസ്സും പഴയ വീട്ടുപകരണങ്ങളുമൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തൊപ്പികൾ, ഡ്രസ്സുകൾ, വീട്ടുപകരണങ്ങൾ, അമ്മി, ആട്ടുകല്ല്, ആയുധങ്ങൾ, വ്യത്യസ്തമായ കുന്തങ്ങൾ, കഠാരകൾ, വാളുകൾ, ഇതൊക്കെ ഒരു കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ചൈനീസ് പാത്രങ്ങൾ, ചൈനീസ് പ്രതിമകൾ, രാജാക്കന്മാരുടെ വിവിധ ഫോട്ടോകൾ, ആഭരണപ്പെട്ടി, ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ പഴയ കാലഘട്ടത്തേക്ക് ഓർമ്മപ്പെടുത്തുന്നു. 1000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇതെല്ലാം നിലനിൽക്കുന്നു
എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തിയാണ്. തഞ്ചാവൂർ വരുന്നവർ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.